everyone, welcome back to Silent Learning. അക്ഷയ് സാറാണ്. സോ പുതിയൊരു അക്കാദമിക് ഇയറിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. കൂടുതൽ ഫോക്കസ്ഡ് ആവേണ്ട സമയമാണ്. കൃത്യമായ രീതിയിലുള്ള പഠനം അനിവാര്യമാണ് മികച്ച മാർക്കിലേക്ക് എത്താൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ നിങ്ങൾ 8ാം ക്ലാസ്സിൽ മികച്ച രീതിയിൽ ബയോളജി പഠിച്ചവരാണ്. 9ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ പുതിയ ഒരു സിലബസ് തന്നെയാണ് നമുക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. സോ പുതിയ സിലബസിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാറ്റങ്ങളുണ്ട് എന്ന് തന്നെയാണ് സാറിന്റെ ഉത്തരവും. സോ ഇന്ന് സാറ് വന്നിരിക്കുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ നമ്മൾ 9ാം ക്ലാസ് ബയോളജിയിലെ 1ാമത്തെ ചാപ്റ്റർ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കണ്ടോ, ന്യൂ NCERT ബയോളജി, നോ ദിസ് ബിഫോർ ചാപ്റ്റർ 1. ചാപ്റ്റർ 1 പഠിക്കുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ കുറെ കാര്യങ്ങൾ. ആദ്യം തന്നെ നമ്മുടെ പുതിയ NCERT ഇൻട്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ ആ സിലബസ് വന്നപ്പോൾ ആ സിലബസിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള വീഡിയോ ഞാനും അതുപോലെ തന്നെ പ്രിട്ടി മിസ്സും അതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ച് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ വീഡിയോ കൂടി എന്ത് ചെയ്യുക, മക്കളൊന്ന് ഓടിപ്പോയി എന്ത് ചെയ്യണം, ഒന്ന് കാണണം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നതൊരു അനാലിസിസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അത് കാണണം. അപ്പൊ പുതിയ വർഷത്തേക്ക് വരുമ്പോ പഴയ ചാപ്റ്റേഴ്സ് കിട്ടുമെന്ന് വെച്ചാൽ ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ സെല്ലും ടിഷ്യൂസും ഒക്കെ ഈ വർഷം ഉണ്ട്. എന്നാലും കഴിഞ്ഞ വർഷത്തെ, അതായത് നിങ്ങളുടെ മുന്നേയുള്ള 9ാം ക്ലാസ്സിലെ മക്കൾ പഠിച്ച സിലബസിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അപ്ഗ്രഡേഷൻ, ഒരുപാട് അപ്ഗ്രേഡ് ചെയ്ത കാര്യങ്ങളാണ് പുതിയ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പുതിയതായി റീപ്രൊഡക്ഷൻ എന്നൊരു ഏരിയ കൂടി, ഒരു ചാപ്റ്റർ കൂടി പുതിയ NCERT സിലബസിൽ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാവി പഠനത്തെ അത് നല്ല രീതിയിൽ തന്നെ സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നീട് നമുക്ക് ഡൈവേഴ്സിറ്റി, ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇതൊക്കെ പഠിക്കുന്ന രീതിയിലുള്ള വളരെ രസകരമായ സിലബസ് തന്നെയാണ്. പഠിക്കാനൊക്കെ കുറച്ചുകൂടി ഈസിയായി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി രസകരമായി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന പല ഏരിയാസും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ വ്യത്യസ്ത സയന്റിസ്റ്റുകളെ പരിചയപ്പെടാനും ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമായിട്ടുള്ള വ്യത്യസ്ത തരം സയന്റിസ്റ്റുകൾ, അവരുടെ കോൺട്രിബ്യൂഷൻസ് വളരെ രസകരമായ രീതിയിൽ പഠിപ്പിക്കുന്ന സിലബസ് ആണ് പുതിയ പരിഷ്കരിച്ച അപ്ഡേറ്റഡ് സിലബസ്. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇന്നിപ്പോ സാറ് വന്നിരിക്കുന്നത് 1ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അതിൻ്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള വളരെ വളരെ ക്രിസ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് സാറ് വന്നിരിക്കുന്നത്. എൻ്റെ പേര് അക്ഷയ് എന്നാണ്, സൈലത്തിലെ ബയോളജി ഫാക്കൽറ്റിയാണ്. ഒരു അക്കാദമിക് ഇയറിൽ എൻ്റെ സാറ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ടതില്ല. ഫുൾ മാർക്കിൽ കുറഞ്ഞൊന്നും തന്നെ നമ്മൾ നേടുന്നില്ല. ഫുൾ മാർക്ക് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ആ ഫുൾ മാർക്കിലേക്കുള്ള യാത്ര നമ്മൾ വളരെ നേരത്തെ തന്നെ തുടങ്ങേണ്ടതുണ്ട്. ഓക്കെ, റെഡി? യെസ്. അപ്പൊ നോക്കിക്കേ, ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ സെല്ല് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പൊ സെല്ലുകളെ കുറിച്ചുള്ള ബ്രാഞ്ച്, പഠനശാഖ, ബ്രാഞ്ച് ഓഫ് ബയോളജി ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് സെല്ല്, അതിനെ വിളിക്കുന്ന പേരാണ് സൈറ്റോളജി എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? സൈറ്റോളജി. സൈറ്റോളജി പറഞ്ഞാൽ സെല്ലിനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖ, ബ്രാഞ്ചാണ്. ഓക്കെ, അതെന്താണ് സൈറ്റോളജി? സിമ്പിൾ ടേം, സ്റ്റഡി ഓഫ് സെല്ല്, സെല്ലുകളെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചാണ്, ബയോളജിയുടെ ഒരു ബ്രാഞ്ചാണ്. അപ്പൊ എന്താണ് സെല്ല്? ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ്. എന്താ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ? ലിവിങ് തിങ്സ്, ജീവജാലങ്ങൾ. അപ്പൊ ജീവജാലങ്ങൾക്ക് ജീവൻ നിലനിൽക്കണമെങ്കിൽ ആ ജീവജാലത്തിന്റെ ബോഡിയിൽ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് നടക്കണം, ലൈഫ് പ്രോസസ് നടക്കണം, ശരിയല്ലേ? അപ്പൊ ഞാനിപ്പോ ലിവിങ് ആണെന്ന് നിങ്ങൾ പറയില്ലേ? പറയും. ബിക്കോസ് എൻ്റെ ബോഡിയിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതാണ് എൻ്റെ ബോഡിയിൽ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി എൻ്റെ ബോഡിയിൽ നടക്കുന്ന ഓരോ ലൈഫ് പ്രോസസ്സും എക്സിക്യൂട്ട് ചെയ്യുന്നത് വളരെ മൈക്രോസ്കോപ്പിക് ലെവലുള്ള ഓരോ സെല്ലുകളും അതിൻ്റെ ഫങ്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ജീവനോടെ നിൽക്കുന്നത്. സോ വളരെ ചുരുക്കത്തിൽ എനിക്ക് പറയാം, സെൽ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫാണ്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫാണെന്ന് പറയാം. ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ, കൂടുതലായി ഒന്നും തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി അടുത്തതായി
വി ആർ ഇൻ ജസ്റ്റ് നെയിമിംഗ് പാർട്സ് എനിമോർ. അതായത് നമ്മൾ ഒരു പുതിയ വർഷം ടെക്സ്റ്റ് ബുക്കിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് ഫ്യൂച്ചർ സ്കോപ്പ് കൂടി പരിഗണിച്ചുകൊണ്ടുള്ള സിലബസ് ആണ് എന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. വി ആർ ലുക്കിംഗ് അറ്റ് ഹൗ സെൽസ് ആർ ലൈക്ക് ടൈനി കോംപ്ലക്സ് ഫാക്ടറീസ്. സി ഫാക്ടറീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് പ്രോസസ്സുകൾ സംഭവിക്കുന്ന, സൈമൾട്ടേനിയസ്ലി ഒരുപാട് പ്രോസസ്സുകൾ സംഭവിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് ഫാക്ടറി എന്ന് പറയുന്നത് അല്ലേ. അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, മാനുഫാക്ചറിങ്, അസംബ്ലി, റോ മെറ്റീരിയൽ കളക്ഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ഫാക്ടറിയിൽ സംഭവിക്കും. ശരിയല്ലേ? ഒരു ഫാക്ടറിയിൽ റോ മെറ്റീരിയൽസ് വരുന്നു, പിന്നീട് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് പോകുന്നു, പലവിധമായ ആക്ടിവിറ്റീസ് അവിടെ സംഭവിക്കുന്നു, എനർജി കൺസംഷൻ നടക്കുന്നു അല്ലേ? ശരിയല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ സെല്ലും. ഒരു ഫാക്ടറി വലുതാണ്, പക്ഷെ സെല്ല് വളരെ ചെറുതാണ്. ചെറുതായിരുന്നാൽ പോലും നമ്മൾ അയാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ചെറുതാണെങ്കിൽ പോലും അതൊരു ഫാക്ടറി, കോംപ്ലക്സ് ഫാക്ടറിയാണ്. ഒരുപാട് റിയാക്ഷൻസും ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങളും ചേഞ്ചസും ഒക്കെ സംഭവിക്കുന്ന ഒരു കോംപ്ലക്സ് ഫാക്ടറിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഓരോരോ സെല്ലുകൾ. അപ്പൊ ആ കുഞ്ഞൻ സെല്ലുകളാണെങ്കിൽ പോലും അതിനകത്ത് നടക്കുന്ന നിഗൂഢമായ അല്ലെങ്കിൽ അതിനകത്ത് നടക്കുന്ന കോംപ്ലക്സ് ആയ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതൊക്കെ നമ്മൾ പതിയെ പതിയെ ഈ സിലബസിൽ പഠിക്കുന്നുണ്ട്. അതല്ലാതെ കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. ജസ്റ്റ് സെല്ല്, അതിനകത്തുള്ള ഓർഗനൈസ്, അതിന്റെ ഫങ്ഷൻസ്, അങ്ങനെ പറഞ്ഞു പോകുന്നേ ഉണ്ടായിട്ടുള്ളൂ. ഈ വർഷത്തെ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന പുതിയ NCERT ടെക്സ്റ്റ് ബുക്കിന്റെ സിലബസ് പ്രകാരം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളത് പഠിക്കുകയും ചെയ്യും. ഓക്കെ, പിന്നെന്താ പറയുന്നത്? വൈ ഇറ്റ് മാറ്റേഴ്സ്, അണ്ടർസ്റ്റാൻഡിങ് ദ സെൽ ഹെൽപ്പ് us ടു സോൾവ് ഡിസീസസ്. അത് നമ്മൾ പുതിയൊരു ഏരിയ ആണ്. ലൈക്ക് ക്യാൻസർ. ഈ ക്യാൻസർ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സെല്ലുകൾക്ക് ഡിവിഷൻ എബിലിറ്റി അല്ലെങ്കിൽ ഡിവിഷന്റെ ആ ഒരു കൺട്രോൾ നഷ്ടപ്പെടുമ്പോഴാണ്. അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ ആണ് ആക്ച്വലി ക്യാൻസറിലേക്ക് നയിക്കുന്നത്. നമ്മുടെ എല്ലാ സെല്ലുകൾക്കും അത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർ കൺട്രോൾ ഉണ്ട്. ആ കൺട്രോൾ നഷ്ടപ്പെട്ടാൽ തോന്നിയതുപോലെ സെല്ലുകൾ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ക്യാൻസറിലേക്ക് നയിക്കുന്നത്. അപ്പൊ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആൻഡ് ഈവൺ അണ്ടർസ്റ്റാൻഡ് ഹൗ അവർ മസിൽസ് മൂവ്. കോർഡിനേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് മസിൽസ് നമ്മളിപ്പോൾ ഒരു ഡാൻസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോർട്സിൽ എൻഗേജ് ചെയ്യുന്ന സമയത്ത് മൂവ്മെന്റ് ആണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക. വി ആർ മൂവിങ്, റൈറ്റ്? ഡാൻസ് ചെയ്യുമ്പോൾ നമ്മൾ മൂവ് ചെയ്യും, സ്പോർട്സ് ആക്ടിവിറ്റിയിൽ നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്. മൂവ്മെന്റുകൾക്ക് കാരണം ആരാ? മസിൽസ് ആണ്. പിന്നെ ബോൺസ് ഉണ്ട്. അപ്പൊ ഇവരുടെ ഒരു കോർഡിനേഷൻ നമ്മളവിടെ മനസ്സിലാക്കുന്നുണ്ട് പുതിയ സിലബസിൽ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പിന്നീട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഇതും ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ്. ഒന്ന് ഓർമ്മ നമുക്കൊന്ന് പുതുക്കിയെടുത്താലോ. നമുക്കറിയാം ഏതൊരു ജീവി എടുത്താലും ഓർഗാനിസം എടുത്താലും അതിന് ശരീരത്തിൽ അനവധി ആറ്റങ്ങൾ ഉണ്ടാവും. ഓക്സിജൻ, കാർബൺ, ഹൈഡ്രജൻ തുടങ്ങിയ ആറ്റങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, അറിയാത്തതായി ആരും ഉണ്ടാവില്ല. നൈട്രജൻ, ഇതൊക്കെ ആറ്റങ്ങളാണ്. ഈ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തുകൊണ്ട് എന്തുണ്ടായിട്ടുണ്ട്? മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തുകൊണ്ട്, ഇവിടെ പൂർണ്ണമായും പറയുന്നില്ല, സെൽ ഓർഗനൽസ്, പിന്നെ സെല്ലുകൾ ഉണ്ടായി. സെല്ലുകൾ കൂടി ചേർന്നാൽ നിങ്ങൾക്കറിയാം ടിഷ്യൂസ് ഉണ്ടാവും. സെല്ലുകളുടെ കൂട്ടം, അതായത് ഒരേ ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരേ ഒറിജിൻ ഉള്ള സെല്ലുകൾ, അവർ ആ ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? കൂട്ടം കൂട്ടും. അതിനെയാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ടിഷ്യൂസ് കൂടി ചേർന്നാൽ ഓർഗൻ, അവയവം. ഓർഗൻസ് ചേർന്നാൽ ഓർഗൻ സിസ്റ്റം ഉണ്ട്. ഇവിടെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഓർഗൻ സിസ്റ്റം. അത് കഴിഞ്ഞാൽ ഓർഗനിസം. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊരു സെല്ലാണ്. ഈ സെല്ല് കൂടി ചേർന്ന് ഇവിടെ മസിൽ ടിഷ്യൂ ഫോം ചെയ്തിരിക്കുന്നു. മസിൽ സെൽ കൂടി ചേർന്ന് മസിൽ ടിഷ്യൂ. ആ മസിൽ ടിഷ്യൂസും മറ്റു ചില ടിഷ്യൂസ് ഒക്കെ കൂടി ചേർന്ന് ഓർഗൻ, ഹാർട്ട് ഇൻവോൾവ് ചെയ്യുന്ന സിസ്റ്റം കണ്ടോ? ഒരുപാട് ഓർഗൻസ് ചേർന്നുണ്ടാവുന്ന സിസ്റ്റം ഓർഗൻ സിസ്റ്റം. അപ്പൊ ഈ ഒരു സർക്കുലേറ്ററി സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹാർട്ട് ഇൻവോൾവ് ചെയ്യുന്ന സിസ്റ്റം, അതിൽ ഒരുപാട് ഓർഗൻസ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്. അപ്പൊ ഒരു ജീവിയിൽ ഒരു തരം ഓർഗൻ സിസ്റ്റം മാത്രമല്ല, വേറെയും ഓർഗൻ സിസ്റ്റം ഉണ്ട്. സർക്കുലേറ്ററി സിസ്റ്റം കൂടാതെ റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, അങ്ങനെ ഒരുപാട് ഓർഗൻ സിസ്റ്റംസ് ചേർന്നതാണ് ഒരു ഓർഗാനിസം. ഈ ഒരു ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നിങ്ങൾ പഠിക്കണം. മനസ്സിലായോ?
ഈ ഒരു വർഷത്തിൽ സെൽ ഇസ് എ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പകരം നമ്മൾ കൃത്യമായി അത് ആ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഒരു സെല്ല് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണെന്ന് പറയുന്നത് എന്ന് വിശദമായി തന്നെ ഈ വർഷം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇൻട്രൊഡക്ടറി പാർട്ടിൽ വളരെ വിശദമായി തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കും. ഹൗ എങ്ങനെയാണ് ഈ സെല്ല് സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് ആവുന്നത്, അത് വളരെ വിശദമായി തന്നെ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഉദാഹരണ സഹിതം നമ്മളത് പഠിക്കും. ക്ലിയർ അല്ലേ? ഇനി അടുത്തതായിട്ട് നോക്കിക്കേ, ബിഫോർ വി ഡൈവ് ഇൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഒന്നാമത്തെ പാഠം പഠിക്കുന്നതിന് മുന്നേ കുറച്ച് ടേംസ്, കുറച്ച് ടെർമിനോളജി അതൊക്കെ ഓൾറെഡി നിങ്ങൾ കേട്ടതായിരിക്കും, എങ്കിലും നമുക്കൊന്ന് ബ്രഷപ്പ് ചെയ്യണം. മൈക്രോസ്കോപ്പിക്, കണ്ടോ? മൈക്രോസ്കോപ്പിക്, മൈക്രോ എന്ന് പറയുമ്പോൾ തന്നെ വളരെ ചെറുത് എന്നുള്ള അർത്ഥം. വളരെ ചെറുത്, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് എന്നാണ് അല്ലേ? മൈക്രോ വളരെ ചെറുതല്ലേ? യെസ്. അപ്പൊ മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത ചെറിയ സബ്സ്റ്റൻസ്, മൈക്രോസ്കോപ്പിക് സബ്സ്റ്റൻസസ്. കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. മൈക്രോസ്കോപ്പിന്റെ എയ്ഡ് കൊണ്ട്, മൈക്രോസ്കോപ്പിന്റെ സഹായം കൊണ്ട് നിങ്ങൾക്ക് ഈ ചെറിയ വസ്തുക്കളെ കാണാം. അല്ലാതെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. ഓർഗനൽ എന്താ? സെല്ല് പഠിക്കുമ്പോൾ ഓർഗനലും പഠിക്കുന്നുണ്ട്. ഒരു സെല്ലിന്റെ ഉള്ളിൽ ശ്രദ്ധിച്ച് കേൾക്കണം, സെല്ലിന്റെ ഉള്ളിൽ വസിക്കുന്ന കുറെ ആളുകളുണ്ട് അല്ലെ? മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റികുലം, ഗോൾഗി അപ്പാരറ്റസ്, പ്ലാന്റ് സെല്ലൊക്കെ ആണെങ്കിൽ പ്ലാസ്റ്റിഡ്സ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല ചെറിയ ക്ലാസ്സുകളിൽ. അപ്പൊ ഒരു സെല്ലിന്റെ അകത്ത് കാണപ്പെടുന്ന ഇത്തരം മെമ്പേഴ്സിനെ നമ്മൾ ആ സെല്ലിന്റെ സെൽ ഓർഗനൽ എന്ന് വിശേഷിപ്പിക്കും. അപ്പൊ എന്താ സെൽ ഓർഗനൽ? ദ ലിറ്റിൽ ഓർഗൻ ഇൻസൈഡ് ദ സെൽ വിത്ത് സ്പെസിഫിക് ജോബ്. അവർ വെറുതെ അല്ല അവിടെ, അവർക്ക് ഓരോരുത്തർക്കും ഓരോരോ റോൾ ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയട്ടെ സാറ്. ഒരു സെല്ലിന്റെ അകത്തുള്ള മൈറ്റോകോൺട്രിയ അതൊരു സെൽ ഓർഗനലാണ്. അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നതോ എനർജി പ്രൊഡക്ഷൻ. അപ്പൊ മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ഓഫ് ദ സെല്ല് ആണ്. അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് എനർജി പ്രൊഡക്ഷൻ. കണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഓരോ സെൽ ഓർഗനൽസിനും അതിൻ്റെതായ റോൾ അല്ലെങ്കിൽ ജോബ് അല്ലെങ്കിൽ ഫങ്ഷൻ സെല്ലിൽ നിർവഹിക്കാനുണ്ട് എന്നത് ഒരു സത്യമാണ്. പിന്നെ മെംബ്രെയിൻ, പലവിധமான മെംബ്രെയിനും ഉണ്ട്. സെല്ലിന്റെ ഏറ്റവും പുറത്ത് കാണപ്പെടുന്ന സെൽ മെംബ്രെയിൻ എന്ന് പറയുന്ന ഒരു ഭാഗം. പിന്നെ ഇവിടെ ഇതൊരു യൂക്കാരിയോട്ടിക് സെല്ലാണ്, ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊരു പ്രോകാരിയോട്ടിക് സെല്ലാണ്, ബാക്ടീരിയൽ സെല്ല്. അപ്പൊ യൂക്കാരിയോട്ടിക് സെല്ലിൽ വെൽ ഡിഫൈൻഡ് ആയ ഒരു ന്യൂക്ലിയസ് കാണാം. എന്നാൽ നിങ്ങൾക്കൊരു പ്രോകാരിയോട്ടിക് സെല്ലിൽ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് കാണില്ല. അവിടെ ജനറ്റിക് മെറ്റീരിയൽ എക്സ്പോസ്ഡ് ആയിരിക്കും, നേക്കഡ് ആയിരിക്കും. എന്നാൽ ഇവിടെ ജനറ്റിക് മെറ്റീരിയൽ കൃത്യമായി ന്യൂക്ലിയസിന്റെ അകത്ത് കാണുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മെംബ്രെയിൻ ഉണ്ട്, ന്യൂക്ലിയർ മെംബ്രെയിൻ. അപ്പൊ സെൽ മെംബ്രെയിൻ, ന്യൂക്ലിയർ മെംബ്രെയിൻ, മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? എ തിൻ സ്കിൻ ഓർ ബൗണ്ടറി ദാറ്റ് കൺട്രോൾ വാട്ട് ഗോസ് ഇൻ ആൻഡ് ഔട്ട്. ഇപ്പോ സെൽ മെംബ്രെയിൻ കൺട്രോൾ വാട്ട് സബ്സ്റ്റൻസ്, അതായത് സെൽ മെംബ്രെയിൻ, കളർ മാറ്റണേ. സെൽ മെംബ്രെയിൻ എന്താ ചെയ്യുക? സെല്ലിന്റെ ഉള്ളിലേക്ക് ഏതൊക്കെ സബ്സ്റ്റൻസ് വരണം, ഏതൊക്കെ സബ്സ്റ്റൻസ് പോകണം തീരുമാനിക്കുന്ന സെൽ മെംബ്രെയിൻ ആണ്. സെലക്റ്റീവ്ലി പെർമിയബിൾ. ന്യൂക്ലിയസിനകത്ത് വരുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ്. അപ്പൊ മെംബ്രെയിൻ ആക്ച്വലി ഈ സബ്സ്റ്റൻസ് അതിന്റെ മൂവ്മെന്റ് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ജനറ്റിക് മെറ്റീരിയൽ DNA, RNA ആവാം. DNA ആണ് അധിക കേസിലും. DNA എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്ന എല്ലാ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകൾ അടങ്ങുന്ന ഭാഗമാണ് DNA. അപ്പോ ദ ഇൻസ്ട്രക്ഷണൽ മാനുവൽ, ഒരു സെൽ എങ്ങനെ ജോലി ചെയ്യണം, ഒരു സെല്ല് ഏതൊക്കെ രീതിയിൽ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം, അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ്, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകുന്നത് DNA ആണ്. ഈ DNA-യിലാണ് ജീനുകൾ അടങ്ങിയിരിക്കുന്നത്. ഓരോരോ സ്വഭാവത്തിനും കാരണമായ ജീനുകൾ അടങ്ങിയിരിക്കുന്നത് DNA-യിലാണ്. അപ്പൊ അതേക്കുറിച്ചും നമ്മൾ ഈ വർഷം പുതിയ ടെക്സ്റ്റ് ബുക്കിൽ, അപ്ഡേറ്റഡ് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, മൂവിങ് ഫോർവേഡ്, മുന്നിലോട്ട് പോകുമ്പോൾ നമുക്കൊന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ടൊന്ന് പറഞ്ഞു പോകാം. ന്യൂക്ലിയസ് ഓഫ് ദ സെൽ, ഒരു സെല്ലിന്റെ ഏറ്റവും
മർമ്മപ്രധാനമായ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു സെല്ലിന്റെ എല്ലാവിധ ഫങ്ഷൻസും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ബ്രെയിൻ ഓഫ് ദ സെല്ല് അല്ലെങ്കിൽ CPU എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ DNA ഉൾക്കൊള്ളുന്നത്. DNA ആക്ച്വലി ക്രോമോസോം എന്ന് പറയുന്ന സ്ട്രക്ചറിലാണ് DNA ഉള്ളത്. അപ്പൊ അദ്ദേഹത്തെ ഈ പറഞ്ഞിരിക്കുന്ന DNA അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ പഠനവുമായി ബന്ധപ്പെട്ട പ്രൊഫസർ അരുൺ കുമാർ ശർമ്മ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഫാദർ ഓഫ് ഇന്ത്യൻ സൈറ്റോളജി. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ വിശദമായി തന്നെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയ നേരത്തെ പറഞ്ഞ പവർ ഹൗസ് ഓഫ് ദ സെല്ലാണ്. ഒരു സെല്ലിനകത്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യാനൊക്കെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലേ സിൻഡ്രോം, അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഒരു കേസ് സ്റ്റഡി എക്സ്പ്ലോറേഷൻ എന്നുള്ള ഭാഗമായിട്ട് നമുക്കത് പഠിക്കാനുണ്ട് പുതിയൊരു അപ്ഡേറ്റഡ് സിലബസിൽ. അതൊക്കെ നമുക്ക് ആ സമയത്ത് നമ്മൾ പഠിക്കാം. അറ്റ് എ ഗ്ലാൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വാട്ട്സ് ന്യൂ ഇൻ ദി സിലബസ്. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പുതുതായി നമ്മൾ മനസ്സിലാവും. ഫസ്റ്റ് ഓഫ് ഓൾ, ബയോമോളിക്യൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ് ബയോമോളിക്യൂൾസ്. കാരണം ഇതിന്റെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള സംഗതികൾ നിങ്ങൾ 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ ചേച്ചിയോ ചേട്ടനോ +1 പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ബയോമോളിക്യൂൾസ് പഠിക്കാനുണ്ട്. ആ ബയോമോളിക്യൂൾസിന്റെ ഫണ്ടമെന്റൽസും അതുപോലെ തന്നെ വളരെ കൃത്യമായ ധാരണയും കൈവരിക്കുന്നത് ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റഡ് സിലബസിൽ ബയോമോളിക്യൂൾസ് പഠിക്കുമ്പോഴാണ്. കെമിസ്ട്രി ഓഫ് ദ സെല്ല്, പേര് പോലെ തന്നെ ബയോമോളിക്യൂൾ. ബയോ എന്ന് വെച്ചാൽ ലൈഫ് അല്ലേ, മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ സംതിങ് മോളിക്യൂൾ ഇസ് റിലേറ്റഡ് ടു കെമിസ്ട്രി. സോ കെമിസ്ട്രി ഇൻ ദ സെൽ, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, കാർബോഹൈഡ്രേറ്റ്, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയും. പിന്നെ സെൽ ഡിവിഷൻ, ക്യാൻസർ. സെൽ ഡിവിഷൻ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നേ, എന്നാൽ ക്യാൻസർ എന്നുള്ള ഒരു ഏരിയ നമുക്ക് പുതിയതായി വന്നതാണ് പുതിയ സിലബസിലുള്ളത്. ഓക്കെ, സെൽ ഡിവൈഡ് ടു മച്ച്. ഞാൻ നേരത്തെ പറഞ്ഞു, സെല്ലിന്റെ ഡിവിഷൻ എബിലിറ്റി അല്ലെങ്കിൽ ഡിവിഷൻ കൺട്രോൾ നഷ്ടപ്പെട്ട് സെല്ലുകൾ കൂടുതൽ ഡിവൈഡ് ചെയ്തുകൊണ്ടിരുന്നാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ക്യാൻസർ. പിന്നെ അതുപോലെ തന്നെ ബയോമിമിക്രി. മിമിക്രി ഇമിറ്റേറ്റിംഗ് ആണ് അല്ലെ. മിമിക്രി മീൻസ് ഇമിറ്റേറ്റിംഗ്. ഇപ്പൊ ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റ് ഇല്ലേ, സിനിമ നടന്മാരുടെ സൗണ്ട് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളുകളില്ലേ? ഉണ്ടെന്നോ ഇല്ലാന്നോ? ഉണ്ട്. അപ്പൊ എന്താണ് ബയോമിമിക്കിംഗ് എന്ന് പറഞ്ഞാൽ? ആർട്ടിഫിഷ്യൽ സെല്ലുകളെ ക്രിയേറ്റ് ചെയ്യുക. അതായത് കൃത്രിമമായി സെല്ലുകൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ നാച്ചുറൽ സെല്ലുമായി താരതമ്യമുള്ള അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്ന തരത്തിലുള്ള അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. തീർച്ചയായിട്ടും വിശദമായി തന്നെ നമ്മളൊക്കെ പഠിക്കും. പിന്നെ അപ്ലൈഡ് ബയോളജി, ഹൗ സെൽ സ്ട്രക്ചർ അഫക്ട് പെർഫോമൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇത് പറഞ്ഞില്ലേ, മസിൽസിന്റെയും ബോണിന്റെയും ആ ഒരു കോർഡിനേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവിടെ നമ്മൾ പഠിക്കും. അപ്പൊ നമ്മുടെ പുതിയ സിലബസ് വരുന്ന സാഹചര്യത്തിൽ പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും നമ്മൾ ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. തീർച്ചയാണ്. കാരണം പുതിയതായി വന്ന ടെക്സ്റ്റ് ബുക്ക് ആകുമ്പോൾ അതിൻ്റെതായ മെറ്റീരിയൽസ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുപോലുള്ള റിസോഴ്സ് കിട്ടാൻ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ട്. സോ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവാൻ പാടില്ല തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി സൈലം, അതായത് നമ്മുടെ 9 CBSE പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി സൈലം ഇൻട്രൊഡ്യൂസ് ചെയ്ത ബാച്ചാണ് നിഞ്ച ബാച്ച്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങളുടെ ഒരുപാട് സീനിയേഴ്സ് പഠിച്ച ബാച്ചാണ്. സോ നിഞ്ച ബാച്ചിലേക്കുള്ള അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. മക്കളെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിഞ്ച ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് വളരെ കൃത്യമായ രീതിയിൽ, വളരെ എന്താ പറയുക, കൃത്യമായി സ്ട്രക്ചർ ചെയ്ത രീതിയിൽ തന്നെയാണ് നമ്മൾ ആ ബാച്ചിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവുക. ആ ബാച്ചിൽ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് പറയാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. XCF 10 എന്ന ഓപ്പൺ കോഡിച്ചാൽ 10% ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സോ നിങ്ങൾ നോക്കുക, ഡെയിലി ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് സെഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ DPP സ്ലൈഡ്സ്, നമ്മുടെ ഡെയിലി നടക്കുന്ന ക്ലാസ്സുകളുടെ സ്ലൈഡ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. ഓരോ പാർട്ട്, നമുക്ക് ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചാപ്റ്റർ ഒരു വീഡിയോ കൊണ്ടല്ല അല്ലെങ്കിൽ ഒരു ഒറ്റ പാർട്ട് കൊണ്ടല്ല നമ്മൾ തീർക്കുക. ഒരു ചാപ്റ്റർ തന്നെ 5, 6, 7 പാർട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ പാർട്ട് പഠിക്കുന്ന സാഹചര്യത്തിലും ആ പാർട്ടുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കൺസെപ്റ്റ് ക്ലിയർ ആയി എന്നുള്ളൊരു സെൽഫ് ഇവാലുവേഷൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടി DPP നിങ്ങൾക്ക് ഒരുക്കുന്നു.
അതിന് പ്രീമിയം പ്രീ റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇൻസ്റ്റാലേൺ എന്ന് പറയുമ്പോൾ വളരെ ക്വിക്കായിട്ട് ഒരു ചാപ്റ്റർ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഷോർട്ട് നോട്ട്, ആ ഷോർട്ട് നോട്ട്സും ഉണ്ട്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. കൃത്യമായ രീതിയിൽ പഠിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇൻസ്റ്റാലേൺ. മൈൻഡ് മാപ്പ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരൊറ്റ പേജിൽ വളരെ കളർഫുൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സംഗതിയാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ NCERT ക്വസ്റ്റ്യൻസ്, PYQ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ട്. ദെൻ ചാപ്റ്റർ വൈസ് എക്സാം, മോഡൽ എക്സാം, ടേം എക്സാം ഒക്കെ നടത്തുന്നു. കമ്മ്യൂണിറ്റി അവൈലബിൾ ആണ്. സോ കമ്മ്യൂണിറ്റിയിൽ ഡെയിലി ക്ലാസ്സിന്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് വരും. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു അവസരമാണ് കമ്മ്യൂണിറ്റിയിൽ ചെയ്യുന്നത്. സോ കമ്മ്യൂണിറ്റി ഒക്കെ നമ്മുടെ ബാച്ചിന്റെ ഫീച്ചറായിട്ട് പറയാനുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ബാച്ച് ആക്ച്വലി 3 പ്ലാനിലാണ് പോകുന്നത്. നിങ്ങളുടെ കാണാം ബേസ് പ്ലാൻ, ഇൻഫിനിറ്റി, പ്രോ പ്ലാൻ, ഇങ്ങനെ 3 പ്ലാനുകളാണുള്ളത്. അതിൽ ബേസ് പ്ലാൻ വരുന്ന സാഹചര്യത്തിൽ ഡെയിലി ലൈവ് ലെക്ചേഴ്സ് ഉണ്ട്, നിങ്ങളുടെ കാണാം. നോട്ട്സ് കിട്ടും, DPPയും ടെസ്റ്റ് പേപ്പേഴ്സും കാര്യങ്ങളുണ്ടാവും, കമ്മ്യൂണിറ്റി ഉണ്ടാവും, പിന്നെ ടോപ്പിക് വൈസ് റിവിഷൻ ടെസ്റ്റുകൾ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ റിവിഷൻ ടെസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും നമുക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ അവൈലബിൾ ആണ്. എന്നാൽ പ്രീമിയം പ്രീ റെക്കോർഡഡ് സെഷൻ, അതായത് പേൾ വീഡിയോ വളരെ ക്വാളിറ്റിയിൽ ഓൾറെഡി ഓരോ ചാപ്റ്റേഴ്സിന്റെയും റെക്കോർഡഡ് സെഷൻസ് ആപ്പിലുണ്ട്. അത് അവൈലബിൾ ആവുന്നത് ഇൻഫിനിറ്റി മുതലാണ്. ഇൻഫിനിറ്റി ആൻഡ് ഇൻഫിനിറ്റി പ്രോയിനാണ് നമുക്ക് പേൾ എന്ന് പറയുന്ന സെഷൻ ഇനാബിൾ ആയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഇൻസ്റ്റാളർ മൈൻഡ് മാപ്പ് തുടങ്ങിയതും ഇവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇൻഫിനിറ്റി പ്രോ, ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അത് കൂടാതെ ഈ ഇൻസ്റ്റാളേണ് മൈൻഡ് മാപ്പ് അതുപോലെ തന്നെ പേൾ സെഷൻ അത് കിട്ടുന്നത് ഇൻഫിനിറ്റി മുതലാണ്. ഇനി ഫാൽക്കൺ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ ബാച്ച്, നമുക്കറിയാം നമ്മൾ ജീവിക്കുന്നത് ഒരു കോമ്പറ്റിറ്റീവ് എൻവിറോൺമെന്റിലാണ്. എല്ലാവരും പഠിക്കുന്നു, എല്ലാവരും കോമ്പറ്റിറ്റീവ് എൻവിറോൺമെന്റിലാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഏതൊരു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സിലേക്ക് നമുക്ക് പോകണമെങ്കിലും നമ്മൾ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യണം. നമുക്ക് സംശയമില്ലാത്ത കാര്യമാണ്. എല്ലാ മേഖലയിലും എൻട്രൻസ് എക്സാം ഉണ്ട്. അപ്പോൾ നമ്മൾ +2 കഴിഞ്ഞ് എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ, വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഈ ഹൈസ്കൂൾ ലെവലിലേ നമ്മൾ അതിന്റെ ഫൗണ്ടേഷൻ പഠിക്കണം. അങ്ങനെ ഫൗണ്ടേഷൻ വളരെ കൃത്യമായി സെറ്റാക്കി ഇൻ ഫ്യൂച്ചർ നിങ്ങൾ കോമ്പറ്റിറ്റീവ് എക്സാംസ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഇപ്പോഴേ പഠിച്ചു നോക്കിയാണ്. അപ്പോൾ കോമ്പറ്റിറ്റീവ് എക്സാംസ് ഫ്യൂച്ചറിൽ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഫൗണ്ടേഷൻ ബാച്ചാണ് ഫാൽക്കൺ ബാച്ച്. ആ ഫാൽക്കൺ ബാച്ച് നിങ്ങൾക്ക് കിട്ടുക ഇൻഫിനിറ്റി പ്രോയിലാണ്. അപ്പൊ ഫാൽക്കൺ ബാച്ചും എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്നത് ഇൻഫിനിറ്റി പ്രോയിലാണ്. എന്നാൽ ഫാൽക്കൺ ഒഴികെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്നത് ഇൻഫിനിറ്റിയിലാണ്. എന്നാൽ ഇത്രയും ഫീച്ചേഴ്സ് കിട്ടുന്നത് ബേസ് പ്ലാനിലാണ്. ഓക്കെ, അപ്പൊ ബേസ് പ്ലാനിൽ എന്തില്ല? ഈ പേൾ സെഷനോ മൈൻഡ് മാപ്പോ ഇൻസ്റ്റലേനോ ഫാൽക്കന്റെ ബാച്ചോ ഒന്നും തന്നെ അവൈലബിൾ ആയിരിക്കില്ല ബേസിൽ. ഇൻഫിനിറ്റിയിൽ വരുമ്പോൾ ഫാൽക്കൺ ഒഴികെ ബാക്കി എല്ലാം ഉണ്ട്. എന്നാൽ ഇൻഫിനിറ്റി പ്രോയിൽ എല്ലാം ഉണ്ട്. എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി പ്രോ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ കൂടി സെറ്റാണ്. കാരണം എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നമ്മൾ ഈ ചെറിയ പ്രായത്തിൽ തുടങ്ങിയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻ ഫ്യൂച്ചർ നമുക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം യാതൊരു സംശയമില്ല. മനസ്സിലായല്ലോ മക്കളെ? റെഡിയല്ലേ? ആ പുതിയൊരു അക്കാദമിക് ഇയറിലേക്ക് വരുമ്പോൾ മികച്ച രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാം. സൈല എന്നും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.